നാടൻ കലാ പഠന ഗവേഷണ അവതരണ സംഘമായ പാട്ടുകൂട്ടം കോഴിക്കോട് ഏർപ്പെടുത്തിയ 8ാമത് മണിമുഴക്കം കലാഭവൻ മണി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിൽ പ്രഗത്ഭം തെളിയിച്ച 8 പേർക്കാണ് പുരസ്കാരം നൽകുന്നത്. മാർച്ച് 6-ന് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈഗ സുബ്രഹ്മണ്യം ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് കോഴിക്കോട്, എ വി ഫർദീസ് മാധ്യമപ്രവർത്തനം, രവി വി സി ഗോത്രകലകൾ, ബിജു വി രാഘവ് കവിതാ സാഹിത്യം, ജയറാം മഞ്ചേരി നാടൻപാട്ട്, ജിംസി തമ്പലപ്പാട് ഫോക്ക് ഡോക്യുമെന്ററി, ധനേഷ് കാരയാട് നാടൻപാട്ട്, വിഷ്ണുദാസ് നല്ലൂർ നാടോടി വാദ്യം, തെയ്യം, തിറ എന്നിവരാണ് മണിമുഴക്കം പുരസ്കാരങ്ങൾക്ക് അർഹരായത്. പ്രശസ്തി പത്രവും ഫലകവും 10,001 രൂപയും അടങ്ങുന്നതാണ് മണിമുഴക്കം കലാഭവൻ മണി പുരസ്കാരം. മാർച്ച് 6-ന് വൈകിട്ട് മാനാഞ്ചിറ സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ നടക്കുന്ന മണിമുഴക്കം പരിപാടിയിൽ വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്നും MK രാഘവൻ MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ജൂറി ചെയർമാൻ വിൽസൺ സാമുവൽ, കൺവീനർ കാനേഷ് പൂനൂർ, പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ അവാർഡ് പാട്ടുകൂട്ടത്തിൽ 2 തരം അവാർഡുകളാണ്. ഒന്ന് കലാഭവൻ മണിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പിന്നീട് വരുന്ന മണിമുഴക്കം പുരസ്കാരം 8 പേർക്കാണ്. ആദ്യകാലത്ത് നമുക്ക് നാടൻപാട്ടുകൾ അല്ലെങ്കിൽ കലാകാരന്റെ മാത്രമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നീട് ആ പ്രവണത മാറിയിട്ട് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച അർഹരായവരെ കണ്ടെത്തിയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.